ചങ്ങനാശ്ശേരിക്കാരുടെ സ്വപ്നമായിരുന്ന ചങ്ങനാശ്ശേരി ടൂറിസം ആൻഡ് കുട്ടനാട് ടൂറിസം ഇതിൻ്റെ ഭാഗമായി കോടികൾ മുടക്കി ഇവിടെ അലങ്കാര ലൈറ്റുകൾ വെക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് ഈ നാഴിക വരെ ഇത് കത്തി ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. സിനിമ ഷൂട്ടിങ്ങുകാർ വന്ന് ഇത് കത്തിച്ചു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കത്തിക്കാനുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ വോൾട്ടേജ് കൂടിയ ലൈറ്റാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇപ്പോൾ മണി 6:30 കഴിഞ്ഞു, ഇതുവരെ ഇത് ഓഫാക്കിയിട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരാളിനെ ഈ ബോട്ട് ചട്ടി നിയമിക്കണം. ഈ പോള 9 ലക്ഷം രൂപയ്ക്ക് 1 വർഷത്തെ കരാറിൽ ഇത് കൊടുത്തതാണ്. ഇത് ഒരു ഈട് വാരി, ഇനിയിപ്പോൾ 1 വർഷമാകാൻ വലിയ താമസമൊന്നുമില്ല. ഇത് 3 ഈട് വാരുമെന്നാണ് പറഞ്ഞത്. 1 ഈട് വാരിയിട്ടുണ്ട്. ഇനി ഇത് 1 ഈടൂടെ വാരി നിർത്താനാണെന്ന് തോന്നുന്നു പരിപാടി. അതുകൊണ്ടാണ് ഇതിങ്ങനെ വാരാതിട്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ 1 ഈടത്തെ കാശ് ലാഭമാവുമല്ലോ. എല്ലാം ലാഭത്തിന് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി കേട്ടോ. ജനങ്ങൾക്കല്ല, ആ വകുപ്പിലിരിക്കുന്നവർക്കൊക്കെ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി. അപ്പോൾ ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് ഇതിൻ്റെ അധികാരപ്പെട്ടവർ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് MLA ഇത് പറഞ്ഞ് ഈ പോള ഇവിടുന്ന് നീക്കം ചെയ്യണം. അതിനുശേഷം എന്നേക്കുമായി ഈ പോള ഇവിടെ വരാതിരിക്കാൻ നിങ്ങൾ ഒരാളെ, ഞാൻ സ്ഥിരം പറയാറുള്ള ഒരാളെ നിയമിച്ചാൽ ഈ ലൈറ്റുകൾ ഓഫ് ചെയ്യാനും 5 വിളക്ക് കാത്തു പരിപാലിക്കാനും ഈ ബോട്ട് പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി ഇടാനും അതിന് നിങ്ങളൊരാളെ വെക്കണം. നിങ്ങൾ വെക്കത്തില്ല. എന്നാന്ന് വെച്ചാൽ പോള വരണം, നിങ്ങൾക്ക് കൈയിട്ട് വാരണം. അതാണ് നിങ്ങളുടെ ഏക ലക്ഷ്യം. ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഈ പരിസരം വൃത്തിയാക്കിയിട്ടാൽ അതുകൊണ്ട് ആർക്കാ പ്രയോജനം? മുനിസിപ്പാലിറ്റിക്ക് നല്ലൊരു ടാക്സ് കിട്ടും, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ വകുപ്പിൽ നടക്കുന്ന എല്ലാവരുടെയും പോക്കറ്റിൽ കാശ് വരും. അപ്പോൾ നിങ്ങൾ ഇത് നല്ല രീതിയിൽ ഇടുക. കണ്ടോ, സിനിമ ഷൂട്ടിങ്ങുകാർ വന്ന് ഈ ഏരിയ എല്ലാം ഒരു വൃത്തിയാക്കി. ഇതുപോലെ ഷൂട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നാൽ നല്ലൊരു വരുമാനമുള്ള സ്ഥലമാണ്. ഇതിനെ നല്ല രീതിയിൽ ഇടേണ്ടത് ഇവിടുത്തെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും വാർഡ് മെമ്പർമാരും ഒക്കെ മുനിസിപ്പാലിറ്റി മുൻകൈ എടുക്കണം ഈ കാര്യത്തിൽ. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെ പഴിചാരി കുറ്റം പറഞ്ഞ് നിൽക്കേണ്ട ഒരു സ്ഥലമല്ല ഈ ചങ്ങനാശ്ശേരി. ഇത് ഓരോ ദിവസം കഴിയും തോറും ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്.